എന്തായാലും തൊഴുതു പോകും. ഡയറക്ടറിനെ കണ്ട് തൊഴുതു വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി ഒന്ന് പുതുക്കി അതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച നിശ്ചയം ആവറേജ് മൂവി, എനിക്ക് ആവറേജ് ആയിരുന്നു, അതിൻ്റെ ഒരു ഇതിലോട്ട് പോലും എത്തിയിട്ടില്ല. എടുത്തു പറയാനുള്ളത് ഇതുവരെ ഇല്ലാത്ത സ്ക്രിപ്റ്റിലാണ് പടം ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുഞ്ചാക്കോ നായനെ എത്തിയ പദ്മിനി ഇന്ന് റിലീസായിരിക്കണം. സിനിമയിലുണ്ടെന്ന് സിനിമയുടെ പ്രാവശ്യം ചോദിച്ചു നോക്കാം. കൊള്ളാം, നല്ല സിനിമയാണ്, നല്ല കോമഡിയാണ്. ലേഡിയുടെ പേര് വിൻസി അലോഷ്യസ് എന്നാണ്. അവർ ഭയങ്കര നല്ലൊരു ഒരു പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നൈസ് കോമഡിയാണ്, സിറ്റുവേഷണൽ കോമഡി പോലെ. വൺ ടാഗ് ലൈൻ കോമഡീസാണൊക്കെ നല്ലതായിട്ട് കൺവേ ആവും. പ്രേമം, ഒളിച്ചോട്ടം, ഇതൊക്കെ തന്നെയാണ് തീം, ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി ഒന്ന് പുതുക്കി അതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ കാണാൻ വേണ്ടിയുള്ളതുണ്ട്. ഉണ്ട്. ഈ അടുത്തിറങ്ങുന്ന സിനിമകൾ കമ്പയർ ചെയ്യുമ്പോൾ കൊള്ളാം, ക്വാളിറ്റി ഉണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. ക്ലൈമാക്സ് അത്ര പോരാ, എന്നാലും കൊള്ളാം. കണ്ടു ചെയ്യാൻ കൊള്ളാം. കോമഡിയാണ്, കൊള്ളാം, പെർഫോമൻസ് കൊള്ളാം, നല്ല പെർഫോമൻസ്. നല്ല സിനിമയാണ്. കോമഡിയാണ്. കോമഡി കൊള്ളാം, ഗ്യാരണ്ടിയാണ്. എടുത്തു പറയാനുള്ളത് ഇതുവരെ ഇല്ലാത്ത സ്ക്രിപ്റ്റിലാണ് പടം ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫാമിലി ആ രീതിയിലാണോ? ഫാമിലി പടം ഇല്ല, കൊള്ളത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടൻറ് ഇല്ലാത്തൊരു മൂവി ആയിപ്പോയി. മാത്രമല്ല സ്ക്രിപ്റ്റും ഭയങ്കര ഡൗൺ ആണ്. ഇപ്പം ഞാനിപ്പോൾ വലിയ റിവ്യൂ പറയുന്നത് അറിയുന്നില്ല, എന്നാലും ഞാൻ പറയാം, എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ യാതൊരുവിധ ഹാപ്പനിങ്സും ഇല്ല. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വേണം. കണ്ടൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ഫിലിമിനെ ഇപ്പം കണ്ടൻറ്റ് സീറോ കണ്ടൻറ്റ് ഉള്ളൊരു മൂവി ആണെങ്കിൽ പോലും അതിനെ ബെറ്റർ ആക്കാനായിട്ട് എൻ്റെ സ്ക്രിപ്റ്റിൽ കൂടെ സാധിക്കും. പക്ഷേ ഇത് അതിനു പോലും സാധിച്ചിട്ടുമില്ല. ക്യാരക്ടേഴ്സിൻ്റെ അഭിനയമൊക്കെ ആ ഒരു പടത്തിന് ചേർന്നെന്ന് പറയാൻ പറ്റില്ല. എന്താ പറയുക, ഒരു ടോട്ടലി 2 മണിക്കൂറുള്ളെങ്കിലും ഇപ്പോൾ എത്ര ശോകം പടമാണെന്ന് പറഞ്ഞാലും കണ്ടിരിക്കാൻ പറ്റണം. അതാണ് മെയിൻ കാര്യം. അത് പോസിറ്റീവ് പറയാനായിട്ട് ഒരു ക്യാരക്ടറുണ്ട്, പുള്ളിയുടെ നെയിം എനിക്കത് അറിയത്തില്ല. അതായത് അപർണ ബാലമുരളിയുടെ ജോഡിയായിട്ട് വരുന്ന പുള്ളിയുണ്ട്. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കൊള്ളായിരുന്നു, പുള്ളിയുടെ കോമഡിയൊക്കെ കൊള്ളായിരുന്നു. അത് മാത്രമാണ് ഗുഡായിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ തിങ്കളാഴ്ച നിശ്ചയം ആവറേജ് മൂവി, എനിക്ക് ആവറേജ് ആയിരുന്നു, അതിൻ്റെ ഒരു ഇതിലോട്ട് പോലും എത്തിയിട്ടില്ല. എന്തായാലും തൊഴുതു പോകും. ഡയറക്ടറിനെ കണ്ട് തൊഴുതു. എന്തെങ്കിലും പോസിറ്റീവ് എടുത്ത് പറയണോ സിനിമയ്ക്കകത്ത്? പോസിറ്റീവ് ഒന്നും പറയല്ല ബ്രോ. ചളിയും ക്ലീശ, അവൻ പറഞ്ഞതിലെ ക്ലീശയൊക്കെ തന്നെ ചിലവർക്ക് ഇഷ്ടപ്പെടും, ഞങ്ങൾക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടില്ല. വെറുതെ കണ്ടോണ്ടിരിക്കാം. ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, റൊമാൻറ്റിക്. പെർഫോമൻസ് അടിപൊളി. പടം ഒരു ഡൈവേർട്ടായിട്ട് പോകുന്നുണ്ട്. കഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഹിറ്റാവാ. പ്രതീക്ഷയില്ല. കോമഡി, അത്യാവശ്യം കോമഡികളൊക്കെ അടിപൊളി.